അല്ല ഗീസേ, സഞ്ജു സാംസൺ കളി നിർത്തുന്നതാണ് നല്ലത്. സംഗതി ഇന്ത്യ തുടർച്ചയായിട്ട് T20 ചാമ്പ്യന്മാരായി, വളരെ സന്തോഷം. സഞ്ജു സാംസൺ വളരെ നിർണായകമായ മത്സരങ്ങളിൽ ക്വാർട്ടർ, സെമി ഫൈനലൊക്കെ അടിച്ചു പൊളിച്ച് ടീമിൻ്റെ രക്ഷകനായി വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു. വലിയ സ്കോറ് ഉണ്ടാക്കി ടീമിൻ്റെ നെടുതൂണായിട്ട് മാറി. ഒരു മലയാളി എന്ന നിലയിൽ സഞ്ജു സാംസൻ്റെ വിജയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഈ ഒരു വിജയത്തിൽ സഞ്ജു സാംസൻ്റെ വളരെ നിർണായകമായ ഒരു സംഭാവന എന്നൊക്കെ പറയുന്നത് വളരെയധികം നമുക്ക് പ്രൗഡായിട്ടുള്ള ഫീലൊക്കെ തരുന്നൊരു സംഗതിയാണ്. സഞ്ജു സാംസൺ ഏറ്റവും ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് ഈ ഫീൽഡ് വിടുകയാണ്, ക്രിക്കറ്റ് കളി തന്നെ നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു അവസ്ഥയിൽ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് സഞ്ജുവിൻ്റെ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ സഞ്ജുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ സഞ്ജു സാംസൺ എന്ന് പറയുന്നത് മലയാളികൾക്ക് എന്ന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റിലുള്ള ആളുകൾ എന്ന് മാത്രമല്ല, എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് യൂത്ത് ആളുകൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ഗൈസ്. നമ്മൾ പലപ്പോഴും ഒരു ഫീൽഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചില പ്രത്യേക ടൈമിൽ നമ്മളിങ്ങനെ ഫോം ഔട്ട് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അവഹേളനങ്ങളും കുത്തുവാക്കുകളും പരിഹാസമൊക്കെ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ പരിക്ക് കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്താ വെച്ചാൽ നമുക്കിത് ഈ ഫീൽഡ് വിട്ടാലും ഇതൊന്നും ക്ലിക്കാവില്ല, അത് ശരിയാവില്ല, അല്ലെങ്കിൽ നമ്മൾ പോയി നമ്മൾ ഫോം ഔട്ടായി ഫീൽഡിൽ നിന്ന് പുറത്താവേണ്ട ടൈമായി, അല്ലെങ്കിൽ നമുക്കിനി അവസരങ്ങൾ കിട്ടൂല എന്നുള്ള രീതിയിൽ പല തരത്തിലുള്ള തോട്ട്സ് നമുക്ക് വരുന്ന സമയത്ത് സഞ്ജു സാംസനെ ഓർത്താൽ മതി തോന്നുന്നു കേസ്. അപ്പോൾ തന്നൊരു തീ ഉള്ളിലിങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ കെട്ടിടക്കുന്ന തീ വീണ്ടും കത്തുന്നുണ്ടായിരിക്കും കേസ്. അതൊരു വലിയ സംഭവമാണ്. ഒരു മിന്നൽ പിണർ സഞ്ജു സാംസൺ. സഞ്ജു സാംസൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സഞ്ജു സാംസൻ്റെ അച്ഛനാണ് കേസ്. അച്ഛനും വൈഫും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ബാക്കിയുള്ളവരാരും സപ്പോർട്ട് ചെയ്യണില്ല എന്നല്ല അതിനർത്ഥം, എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ കളിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ തുടക്കത്തിലേ പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഞാൻ കുറേ കാലമായിട്ടോ ഒരു ലൈവ് മാച്ചൊക്കെ ഇങ്ങനെ കണ്ടിട്ട്, അപ്പോൾ ഞാൻ ജിയോ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഫൈനൽ കാണുന്ന സമയത്ത് സെക്കൻഡുകൾക്കുള്ളിൽ സഞ്ജു സാംസൺ ഔട്ടായി ഗൈസ്. സഞ്ജു സാംസൺ ഔട്ടായി എന്ന് മാത്രമല്ല, ആ 2 വിക്കറ്റ് കൂടി, മൊത്തം 3 വിക്കറ്റ് തുരുന്നതിനോട് പോയി കിട്ടി. അപ്പോൾ എൻ്റെ എന്താ പറയുക, കൂടുതലുള്ള കൂടുതൽ ചേട്ടനായിരുന്നു. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ചേട്ടോ ഇതൊരു സംഭവം. അതേപോലെ വേറെ എന്താ പറയുക, ഇത് നിർത്തിക്കാൻ പരിപാടി. ഇന്ത്യ അങ്ങനെ ഈ ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്തണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജു സാംസൺ ഔട്ടായിട്ട് 2 വിക്കറ്റ് കൂടി പോയപ്പോൾ എൻ്റെ മൈൻഡിലായിരുന്നു, ദൈവമേ എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു സംഗതി. എന്തായാലും നല്ലൊരു മാച്ച്, കുറേ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നല്ലൊരു മാച്ച് കാണാൻ പറ്റിയുള്ള സന്തോഷമുണ്ട് കേസ്. അപ്പോൾ സഞ്ജു സാംസൻ്റെ ബാറ്റിംഗ് അങ്ങനെ മുഴുവനായിട്ട് കാണാൻ പറ്റില്ല. പിന്നീട് തന്നെ നമ്മൾ അതിൻ്റെ ഹൈലൈറ്റുകളും സംഗതികളൊക്കെ കണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പയർഡായിട്ട് കേസ്. അപ്പോൾ ഞാൻ ഈ സച്ചിൻ, ഗാംഗുലി, സെവാഗ്, ആ കൈഫ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, ആ ടൈമിലുള്ള ഒരു ടീമിനോടാണ് എനിക്ക് ക്രേസ് ഉണ്ടായിരുന്നത്. അപ്പോൾ വിരാട് കോഹ്ലി ക്യാപ്റ്റനായിട്ട്, എനിക്ക് സത്യത്തിൽ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി, മൂപ്പർ നല്ല പ്ലെയർ ആയിരിക്കും ആണ്, പക്ഷെ എന്തായിരുന്നു വെച്ചാൽ നമ്മൾ ഈ സെവാഗിൻ്റെ സച്ചിൻ്റെ ആളായതുകൊണ്ട് തന്നെ ഇത് വലിയ പലപ്പോഴും എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ടീമിലെ ഇപ്പോൾ പലരും പറയുന്നുണ്ട് മനഃപൂർവ്വം സഞ്ജു സാംസനെ ഒഴിവാക്കിയതാണ്, സഞ്ജു സാംസന് അവസരം കൊടുക്കണില്ല, അല്ലെങ്കിൽ മൂപ്പരെ പുറത്തിരുത്തണം, മൂപ്പര് നല്ല സ്കോറ് ചെയ്ത അതിന് ശേഷമുള്ള മാച്ചുകളിൽ പോലും സഞ്ജുവിനെ കളിപ്പിക്കണില്ല എന്നൊക്കെ കൊണ്ട് കുറേ വിവാദങ്ങൾ. അപ്പോൾ ഇത് ആ ശ്രീശാന്തുമായിട്ടുള്ള ധോണിയായിട്ടുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നില്ല കേസ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു തരത്തിൽ പറഞ്ഞ ക്രിക്കറ്റിനോട് താല്പര്യം നഷ്ടപ്പെട്ട പിള്ളേരവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ എന്തായാലും സഞ്ജു സാംസൺ എന്ന് പറയുന്നത് വലിയൊരു ഇൻസ്പിറേഷനാണ് ഗൈസ്. സഞ്ജു സാംസൺ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ പോയിൻ്റ് തന്നെ, യൂത്ത് ആളുകൾക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് യൂത്തുകൾക്ക് എന്ന് പറഞ്ഞാൽ യൂത്ത് ആളുകൾക്ക് മാത്രമല്ല, മൊത്തത്തിൽ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് മൊത്തമുള്ള ഒരു ഇൻസ്പിറേഷനാണ് ഗൈസ് സഞ്ജു സാംസൺ. അപ്പോൾ സഞ്ജു സാംസണിനെ കാണുന്നത് ഭാവിയിലുള്ള സഞ്ജു സാംസൻ്റെ പല ആളുകളും, ഫാൻസും, ക്രിക്കറ്റ് സീരിയസായി അനലൈസ് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സഞ്ജു സാംസൺ ഭാവിയിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി മാറും. ഞാൻ മൂപ്പര് ഭാവിയിൽ ക്യാപ്റ്റൻ മാത്രമല്ല, അതിന് ശേഷം കോച്ചായിട്ടൊക്കെ വരും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും സഞ്ജു സാംസൺ, അത് വേറൊരു കാര്യമുണ്ട്, കേരളത്തിൽ ക്രിക്കറ്റിൻ്റെ ഒരു വൈബ് വലിയ രീതിയിൽ ഇനി ആളിക്കത്താനുള്ളൊരു സംഗതി ഉണ്ട് കേസ്. അത് സഞ്ജു സാംസൺ അങ്ങനെ ഒരു ഇതിനും കൂടിയാണ് തിരികൊളുത്തിയത് എന്ന് തോന്നുന്നു എന്നാണ് ഞാൻ ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത്. പിന്നെ ഞാൻ ആലോചിച്ച സംഭവം, എന്നാണ് നമ്മളൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അല്ലാണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു മത്സരം ഇതേപോലെ
ആവേശത്തോടു കൂടി കാത്തിരിക്കുക എന്നൊരു സംഭവം ഉണ്ട് ഗൈസ്. എന്തായാലും ഇന്ത്യ എന്ന രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ സഞ്ജു സാംസൺ എന്ന ഒരു മനുഷ്യൻ എടുത്ത എഫേർട്ടിനെ എത്ര എങ്ങനെ പറയേണ്ടത് അറിയില്ല ഗൈസ്.